വീണ്ടും അവിടെ ഉരുൾപൊട്ടലുണ്ടായിരിക്കുകയാണ്. വീണ്ടും അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. അങ്ങനെ പിന്നെ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റാൻ പറയുക. മുണ്ടക്കയിലുണ്ടായിരിക്കുന്ന ദുരന്തം, ഇന്നലെ രാത്രി 3 മണിക്കുണ്ടായ ദുരന്തം അത് തന്നെ ഭീകരമായിരുന്നു. അതിൽ തന്നെ ഏകദേശവും മരണപ്പെട്ടവരുടെ എണ്ണം തന്നെ ഭീകരമാണ്. അത് ആ രക്ഷാപ്രവർത്തനത്തിന് ആർമിയും മറ്റ് കരസേനയും മറ്റുള്ള എല്ലാ ജനങ്ങളും നാട്ടുകാരും എല്ലാവരും അതിന് പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പം അവിടെ രക്ഷപ്പെടുത്തിയവരെ തന്നെ ഇപ്പം അവിടെ നിന്നും തന്നെ രക്ഷപ്പെടുത്താറുള്ളത്. അപ്പം വീണ്ടും ഭയങ്കരമായ കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രക്ഷപ്പെടുത്തിയവരെ തന്നെ വീണ്ടും അവിടെ നിന്ന് മാറ്റേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വലിയ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ, കാരണം കാണാതായവരും കണ്ടവരും ഉറങ്ങിക്കിടന്നവരും ദയനീയമായ വലിയൊരു ദുരന്തത്തിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് തന്നെ. ഭീകരമാണ് അവിടുത്തെ ദൃശ്യങ്ങൾ ഭീകരമാണ്. ഇത് തന്നെ കണ്ടു നിൽക്കുവാനോ കഴിയില്ല. മക്കളെ വേർവിട്ട ഉമ്മായും മരണപ്പെട്ട വാപ്പായും എന്ന് പറയേണ്ട കൊച്ചുകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരെല്ലാം ദയനീയമായ ഭീകരമായ അവസ്ഥകളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു വല്ലാത്ത ഒരു രംഗമാണിത് ഇവിടെ തന്നെ നടക്കുന്നത്. എന്നിട്ട് തന്നെ ഇതിനെ നാട്ടുകാരും ജനപ്രവർത്തകരും MLA മാരും അതിന് വേണ്ടപ്പെട്ട നമ്മളെ MP-യും ഈ നാട്ടിലെ പ്രവർത്തകരും സേനകരും അതുപോലെ എല്ലാവരും പറഞ്ഞ് കഴിയിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ആ രംഗങ്ങൾ അത്ര ഭീകരമാണ്. ഇവിടുത്തെ അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രംഗങ്ങളാണ്. അതിനിടയിലാണ് അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഭീകരമായ വീണ്ടും അടുത്ത ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നത്. അങ്ങനെ ഇനി അവിടെ കുടുങ്ങിയവരെ തന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും വിളിച്ചറിയിപ്പിക്കുവാനോ പറയുവാനോ കഴിയാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദുസ്സഹമായ ഇതാണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ദുരിതഭൂമി ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ഭീകരമായി ആ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നവരും രക്ഷപ്പെടുത്താൻ കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വീണ്ടും അടുത്ത ഈ മുണ്ടക്കയിലത്തെ അടുത്ത ഈ ഭീകരമായ ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുരുമേൽ കുരുവെന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ ഭീകരമായ നിലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഈ വെള്ളം പോകുന്നതൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാവുന്ന കഴിയുന്നുള്ളൂ. പൊളിഞ്ഞ കെട്ടിടങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിപ്പോൾ അടുത്തത് വരുന്നത് അതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഈ രംഗങ്ങളാണ് ഇവിടെ ഈ കാണുന്നത് മുഴുവനും. അങ്ങനെ എന്ന് പറയണ്ട, താണ്ട ഈ വെള്ളച്ചാട്ടം തന്നെ കണ്ടില്ലേ, ഭയങ്കരമായ ഒഴുക്കാണ് നടക്കുന്നത്, ഉരുൾപൊട്ടി വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തന്നെ വീണ്ടും രക്ഷപ്പെടുത്താൻ വലിയ പാടാണ്, വലിയ കഷ്ടതയാണ് ഇവിടെ അനുഭവിക്കുന്നത് തന്നെ. ഭയങ്കരമായ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമെന്ന് പറഞ്ഞാൽ പോലെ ഭീകരമായ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു ദൃശ്യങ്ങൾ. എല്ലാ നാട്ടുകാരെയും സഹകരണങ്ങളെല്ലാം ഈ നാട്ടിലേക്ക് വേണം. കഴിയുന്നവരെല്ലാം ഇവിടെ ഓടിയെത്തണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കഴിയുന്നവരെല്ലാം, കാരണം വീട് നഷ്ടപ്പെട്ടവരും ഉടയവരെയും നഷ്ടപ്പെട്ടവരും തുണികളില്ലാത്തതും കിടക്കാൻ സ്ഥലമില്ല, പല ആവശ്യങ്ങളും പല കാര്യങ്ങളുമാണ് നടക്കുന്നത്. എന്നിട്ട് ഈ രക്ഷാപ്രവർത്തനം ഈ മഴയിൽ തന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എത്ര പേര് നഷ്ടപ്പെട്ടു, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് ഒരു കണക്കുകളുമില്ല. അതിനിടയിൽ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് അതിനിടയിലാണ് വീണ്ടും അവിടെ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. എങ്ങനെ പറഞ്ഞറിയിപ്പിക്കുവാനും ഇതെങ്ങനെ ഇതിനെക്കുറിച്ച് ചെയ്യിപ്പിക്കാനൊന്നും കഴിയും എന്ന് തന്നെ കഴിയില്ല. അതിൻ്റെ ഭീകര ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് തന്നെ. ഇവിടുത്തെ ഈ മുണ്ടക്കയത്തെ ഈ വയനാട്ടിലെ ഈ മുണ്ടക്കയത്തിലെ ഇവിടുത്തെ ഈ ദയനീയമായ ഈ അവസ്ഥകൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കുമെന്ന് അറിയില്ല. ഈ വെള്ളച്ചാട്ടങ്ങളും ഈ ഒഴുകി വരുന്ന വെള്ളവും രക്ഷാപ്രവർത്തനവും എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് ഇവിടെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ തന്നെ. എന്തായിരുന്നാലും ശരി തന്നെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതല്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഭീകരമായ കാറ്റും അതിശക്തമായ മഴയും
അതുപോലെ നിർത്തി തീരാത്ത മഴയും, അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്. ആഹാരം കഴിക്കാത്തവരും കഴിച്ചവരും, ഉമ്മയെ നഷ്ടപ്പെട്ട കുട്ടികളെ നഷ്ടപ്പെട്ട ഉമ്മമാർ, അതുപോലെയുള്ള സഹോദരങ്ങൾ എന്ന് പറയേണ്ട ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൻ്റെ ദയനീയമായ അവസ്ഥകൾ ഭീകരമെന്ന് പറഞ്ഞാൽ പോലെ ഭീകരമായ രംഗങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ഇത് ഭയങ്കരമായ ഈ വെള്ളച്ചാട്ടം, ഈ മഴ തോരാതെ പെയ്യുന്ന മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ദയനീയമായ ഒരു മനുഷ്യൻ്റെയും മനസാക്ഷിയെ മരവിപ്പിക്കുകയും മനസാക്ഷിയെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് കാണുന്നത്. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലെ മുകളിൽ കൂടിയാണ് ആറ് പോലെ ഒഴുകുന്നത്. വെറും സ്ഥലങ്ങൾ, ഇത് ആറോ റോഡോ ഒന്നും അല്ല കേട്ടോ. ഇത് ഓരോ കെട്ടിടത്തിൻ്റെ മുകളിൽ കിടക്കുന്ന റോഡുകളൊക്കെയാണ് ഇപ്പോൾ ഇത് ആറായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിഭീകരമായ ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ശരിയെന്നാ.